കക്കോട്ട വളം നാട്ടി വെക്കുന്നത്. അത് ഞങ്ങളോട് ചോറും കൂട്ടാറൊക്കെ വെക്കുന്നത്. കുറെ ആള് നാട്ടിൽ പണിയെടുക്കുന്നത്. ഞങ്ങളെല്ലാവരും കുടുംബക്കാരെല്ലാവരും കൂടി സഹകരിച്ച് ചെയ്യുന്ന പരിപാടിയാണ് ഇത്. നാട്ടി വെളനാട്ടി പാരമ്പര്യമായിട്ട് ഇത് ഞങ്ങൾ 10-30 കുടുംബങ്ങളുണ്ട്. എല്ലാ ദിവസവും ഇങ്ങനത്തെ പരിപാടിക്ക് ഒരു വിളിച്ചാൽ എല്ലാം ഉണ്ട്. ഏറ്റവും വലിയ തറവാടാണ് കക്കോട്ട തറവാട്. കുറച്ചേറെ ഇത് ഏറ്റവും വലിയ തറവാടാണ്. അപ്പോൾ ഒന്ന് ഒരു കൈനാട്ടിയാണ്. ഈ തറവാട്ടിലെ ഈ ദേവീദേവന്മാരുടെ അമ്പലത്തിൻ്റോട് തൊട്ടുള്ള ഈ ഭൂമി, ഈ വയലേലകളിൽ നടക്കുന്ന വെളനാട്ടിയാണ്. എല്ലാ വർഷം ഉണ്ടാവും അല്ലേ? എല്ലാ വർഷം ഉണ്ടാവും. നാട്ടിപ്പണി സ്വന്തം ഉണ്ടാക്കിയ കൃഷിയെടുത്ത് അരി തന്നെയാണെന്ന് ചോറ് വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുന്നത്. പോത്ത് മൂരിയല്ലോ ആളെണ്ണി ചേരാ. മൊത്തം 10 ആളുണ്ടെങ്കിൽ 10 ആൾക്ക് ചേരാ. 13 വയസ്സിൽ വയസ്സറിച്ചാല് കല്യാണം കഴിക്കും. ഫോറസ്റ്റ് ഓഫീസർ സാറിന്റെ ഇവിടെ. സാറേ ഒന്നിങ്ങോട്ട് നോക്കി. സാറൊന്ന് ലീവാ, നാളെ തൊട്ട് ഡ്യൂട്ടിക്ക്. കുഞ്ചാ ഹായ് ആണെങ്കിൽ ബാക്കി വീഡിയോ കണ്ടത്ത് പോയി കാണിച്ചു. പാരമ്പര്യമായിട്ട് ഇത് ഞങ്ങൾ 10-30 കുടുംബങ്ങളുണ്ട്. നമ്മളെ അച്ഛന്മാരും നമ്മളെ കാരണന്മാരൊക്കെ പണ്ട് ഇത് പറഞ്ഞ പരിപാടിയാണ്. അങ്ങനെ ഇപ്പോഴും അത് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ അമ്പലത്തിൽ പരിപാടിയെല്ലാം കുംഭമാസത്തിലാണ് ഉത്സവങ്ങളൊക്കെ. അങ്ങനെ ഈ നെല്ലെന്ന് വേണം. ചാക്കരി വാങ്ങുന്നില്ല, പുറത്തുനിന്നൊന്നും വാങ്ങില്ല. എല്ലാം നിങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കൂലേ അല്ലേ? ഞങ്ങൾ ചേന ചേമ്പ് എല്ലാം കൃഷി ചെയ്തുണ്ടാക്കും. എല്ലാ വീട്ടിൽ നിന്നും കൊണ്ടൊരു പൂര, മറ്റേ ഇളവം, കുമ്പളങ്ങ, പിന്നെ മറ്റേ ഇതൊക്കെ കണ്ടിക്കഴിഞ്ഞ് കാച്ചിൽ, ചേന, ചേമ്പ് എല്ലാം ഞങ്ങൾ കൊണ്ടുവന്നിട്ട് സാമ്പാറും ചോറെല്ലാം കൊടുക്കും. അതാണ് ഞങ്ങളെ പാരമ്പര്യം. പുതിയ തലമുറ ഞങ്ങൾ എല്ലായിടത്തിലും ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ എല്ലാ സ്ഥലത്തിലും വാഴ കൃഷിയല്ലേ. ഞങ്ങൾ തറവാടുകളിലല്ലേ ഇങ്ങനെ കൃഷിയുള്ളൂ. വലിയ വലിയ വീട്ടില് ബാക്കിയെല്ലാം വാഴയല്ലേ. അവർ കഴിയും വാഴ വെച്ചാല് മറ്റേ ഒരു പിന്നെ ഒരു വയലിൽ നിന്ന് കിട്ടുന്ന നെല്ലിനേക്കാളും ഡബിൾ അങ്ങനെ ഒരു 10 ചാക്ക് നെല്ല് വാങ്ങേണ്ട പൈസ വെച്ചു വാഴ വെച്ചാൽ. പക്ഷെ അതിൽ ലാഭം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. നമ്മളെ ഉൽപാദനം നല്ല സൈസ് കിട്ടണ്ടേ. ചാക്കരി എന്ന് പറയുമ്പോൾ അത് കുറെ പൊടിയും ഇടിയെല്ലാം ഇട്ട് ഇത് കേട് വരാതെ സൂക്ഷിക്കുന്ന സാധനമല്ലേ. അതിന് ഇത് നമുക്ക് വെള്ളക്കഞ്ഞി ആയാലും കുറച്ച് ചീരപ്പഴഞ്ഞ് ഉപ്പും ചമ്മന്തി കൂട്ടിയാൽ വിശപ്പിന് വേറൊന്നും വേണ്ടല്ലോ. അങ്ങനെ നല്ല അരി തിന്നണം, നല്ല ഭക്ഷണം കഴിക്കണം. അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കണ്ട. സ്വന്തം ഭാര്യപ്പണിക്ക് കപ്പിട്ട് വെച്ചിട്ട് കൊയ്ത്തുമ്പാറിന് ഇത് പറഞ്ഞ കൂട്ടായിട്ടെല്ലാം വരും. എല്ലാ പെണ്ണുങ്ങളും വരും. ഇന്ന് പെണ്ണുങ്ങൾ കുറവാ. ഇന്ന് ഇടല്ല കമ്മിറ്റിയും കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് എല്ലാം കുറെ പോയി. അല്ലെങ്കിൽ ഒരു 10-30 പെണ്ണുങ്ങൾ 40 പെണ്ണുങ്ങളുണ്ടാവും. കഴിഞ്ഞെല്ലാം കുറെ ഉണ്ടായിരുന്നു. കഴിഞ്ഞെല്ലാം ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് അവിടെ വരട്ടെ 4 മണിയാകും തീർത്ത് ഒരു ദിവസം കൊണ്ട് തീർച്ചയായും ചോറുണ്ട് പോയി. ഇപ്രാവശ്യം ആള് കുറവാ പെണ്ണുങ്ങള്. ഒന്നാമത്തേല് ഇപ്പൊ പല പരിപാടിയല്ലേ. പാൽ സൊസൈറ്റിയിൽ കമ്മിറ്റി ഉണ്ട്. പെണ്ണുങ്ങള് ആണുങ്ങൾക്കാട്ടി കൂടുതൽ പഠിക്കും പെണ്ണുങ്ങൾ. ഇനി ഈ വരമ്പ് കൊത്തലും വെക്കലല്ലേ ഞങ്ങള് ആണുങ്ങള്. ഞാറ് പറിക്കലും ഈ നടലെല്ലാം പെണ്ണുങ്ങൾ. ഭക്ഷണം വെക്കാൻ 10-15 ഉണ്ട് ഭക്ഷണം വെക്കാനാണ് അകത്ത് അടുക്കളയില്ലല്ലേ. അപ്പൊ പാരമ്പര്യമായിട്ട് പിന്തുടരുന്ന എല്ലാം നിങ്ങൾ അങ്ങനെ കൊണ്ടുനടക്കുന്നുണ്ട്. ഒരു കോട്ട നട്ടുണ്ട് അല്ലേ? അങ്ങനെ പോകുന്നു. കർക്കിടക മാസല്ലേ, ഈ മാസത്തിൽ ദൈവത്തിനെ ഒന്നും ചെയ്യില്ലല്ലോ, അങ്ങനത്തെ ഇതല്ലേ ഇല്ലേ? അല്ലേ? 30 കഴിയണം ചന്ദ്രമ. ഇനി കർക്കിടക 30 കഴിയണം അല്ലേ? അത് കഴിഞ്ഞാല് ഇത് 30-ാം തീയതി ഞങ്ങളിവിടെ അമ്പലത്തില് പിന്നെ പൂജ കർമ്മല്ലോ. മലയാള മാസം ചിങ്ങം 1 തൊട്ട് അല്ലേ? ചിങ്ങം 1 എന്ത് പ്രത്യേകത ഉണ്ടോ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട്? വെച്ചാല് ഈ കർക്കിടക 30 ഞങ്ങൾ ചന്ദ്രമം കഴിക്കും. ചന്ദ്രമം കഴിക്കുമ്പോ ഇവിടുന്ന് പിന്നെ ദൈവത്തിന്റെ ആയുധങ്ങളെല്ലാം എടുത്ത് പുഴയിൽ കൊണ്ടുപോയി പൂടം, വാള്, വില്ല് എല്ലാം കൊണ്ടുപോയി പോയ തോട്ടിൽ കൊണ്ട് മുക്കി അതുകൊണ്ട് എന്നിട്ട് പുണ്യവും വെച്ച് തെളിച്ച് ഇളനീര് കൊത്തി തെളിച്ച് എല്ലാവരും ഇളനീര് വെള്ളം കുടിച്ച് അങ്ങനെ കൊണ്ടുവന്ന് അമ്പലത്തിലും പള്ളിയാർക്കലെല്ലാം എല്ലാ റൂമിലും കയറ്റി വെച്ചിട്ട് പഴവും പിന്നെ തേങ്ങയെല്ലാം കൊണ്ട് ദൈവത്തിന് വെച്ച് പ്രാർത്ഥന ചെയ്ത് ഞാൻ ശേഷം അവിടെ പോയി
വലിയ വീട്ടിൽ പോയി എല്ലാവരും ഭക്ഷണം കഴിച്ച് അവനാൻ്റെ വീട്ടിലേക്ക് പോകും. അല്ലേ? എവിടെ നിന്ന് മരിച്ചാലും ഇവിടെ ഈ തറവാട്ടിൽപ്പെട്ട അംഗങ്ങൾ എവിടെ നിന്ന് മരിച്ചാലും ഇവിടെ തന്നെ കൊണ്ടാണ് ആവശ്യം കഴിക്കണം. ആ അല്ലേ? ഒരു പെൺകുട്ടിയായാലും കല്യാണം വന്നാലും അങ്ങനത്തെ കല്യാണം വന്നാലും അത് തിരക്ക് കല്യാണം കഴിഞ്ഞ് പിന്നെ ചെക്കന് കെട്ടിച്ചു കൊടുക്കണമെങ്കിൽ ഇവിടെ തന്നെയാണ് കെട്ടിച്ചു കൊടുക്കും. ഒരുപാട് ആചാരങ്ങൾ ഉണ്ടല്ലേ? ഇതിപ്പം ഒരു കോട്ട നട്ടാണ്ട് നിങ്ങൾ പോന്നു കോട്ടം തട്ടാതെ പോന്നു. പിന്നെ കുറെ കോട്ടം തട്ടുന്നെല്ലാം പുറത്തേക്കും പോന്നു. ഇപ്പൊ ജാതിവാദില്ലാതെ കുണ്ടന്മാരെ വയ്യ കുട്ടികളെല്ലാം ഇറങ്ങി പോക്കല്ലേ. അങ്ങനെ പോയതല്ലേ? പിന്നെ ഇയാൾ കൂട്ടിയെടുത്തില്ല, ഇങ്ങോട്ട് കയറ്റിയില്ല. അത് പോയതല്ലേ? ഒരു വരില്ല. വന്നാലും ഇങ്ങോട്ട് കിട്ടൂല. അത് പോയതന്നെ അല്ലേ? ഒരിക്കലും ഇവിടുന്ന് വരാനുള്ള മനസ്സ് തോന്നൂല. തോന്നൂല ഇങ്ങോട്ട് ഇതിലേക്ക്. ഞങ്ങളെ കൊടുത്ത് പിന്നെ ഒരു കഴിക്കൂല. അങ്ങനെ നിലനിന്ന് പോകുന്നു ഞങ്ങളെ പാരമ്പര്യമായിട്ട്. ഇങ്ങനെ ഇപ്പൊ നിങ്ങളല്ലേ ഇവിടുത്തെ കാർന്നൂര് അല്ലേ? എല്ലാ കാര്യങ്ങളും ഭരിക്കുന്നത്, എല്ലാം റെഡിയാക്കുന്നത്. പണികൾ ഒരുപാടുണ്ട്. എന്നാലും മുമ്പിൽ നിൽക്കുന്ന നിങ്ങളല്ലേ കാർന്നൂർ സ്ഥാനത്തായിട്ട്? കാരണവർ സ്ഥാനത്തും ഇവിടെ കോമറയും എടുക്കുന്നു. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മൾ തന്നെ. ഇപ്പൊ മഴ ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ മഴയെല്ലാം ആവശ്യത്തിനുണ്ട്. കുഴപ്പമില്ലാതെ പോട്ടെ. ഇനിയും നാളെയും ഇതുപോലെ പോകാനുള്ള മക്കളെല്ലാം വളർന്നു വരട്ടെ. മക്കളുണ്ടല്ലോ ഇപ്പൊ. മക്കളുണ്ട്, കൊണ്ടുനടക്കാനുള്ള മക്കളുണ്ട് അല്ലേ? കുഴപ്പമൊന്നുമില്ല. മക്കൾ ഒരുപാടുണ്ട്. അതാ കൊറേ മുകളില് കൊത്തുന്നുണ്ട്. കണ്ട് അവിടെ വണ്ടി പോവില്ല. അതില് വണ്ടി പോവില്ല. വണ്ടി കൊരവൊക്കെ ഉണ്ടോ? താണു പോകുന്നുണ്ടാ? തവണ വന്നുള്ളൂ. അതില് വണ്ടി ഇറങ്ങൂല. അതിന് കൈക്കോട്ടിന് തന്നെ കൊത്തിച്ചാലിക്കണം. ഇപ്പൊ കൃഷി ചെയ്യുന്നതിന് ഇവിടെ തറവാട്ടിന് വേറെ പൈസ ചെലവ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? പുറത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? പണ്ടല്ലോ എന്തെന്നാ പോത്തിനെ കൊണ്ടാ കൂട്ടല്? പണ്ട് ഇവിടെ 8-9 ഏരുങ്ങളുണ്ട്. പോത്ത് മൂരിയല്ലോ. ആളെണ്ണി ഏരാ മൊത്തം 10 ആളുണ്ടെങ്കിൽ 10 ആക്കി ഏരാ. ഇതെല്ലാം ഏറ് കൂട്ടി നന്നാക്കുന്ന പൈല. പോത്ത് മൂരിയല്ലോ. ആളെണ്ണി ഏരാ മൊത്തം 10 ആളുണ്ടെങ്കിൽ 10 ആക്കി ഏരാ. ഇതെല്ലാം ഏറ് കൂട്ടി നന്നാക്കുന്ന പൈല. ഇപ്പൊ ഏരെല്ലാം പോയി. ഇപ്പൊ കാലിന് ഏറുങ്ങളെ തീറ്റാനുള്ള മലയിലൊന്നും കയറ്റിക്കൂടെ. ഇപ്പൊ ഫോറസ്റ്റ് കമ്പി വെയിലിട്ടിട്ട് അങ്ങനെയെല്ലാം കൂടി കാലികളെല്ലാം വിറ്റുപോയി. കാലം മാറിയപ്പോ കുറെ ചടങ്ങുകളെല്ലാം മാറിയപ്പോ കുറെ മാറ്റങ്ങൾ വന്നു. അല്ലെങ്കിൽ കാലികൾ ഉണ്ടാവുമ്പോൾ വേറെ വളമൊന്നും ഇടില്ല. ഇംഗ്ലീഷ് വളമൊന്നും ഇടുന്നില്ല. ഇംഗ്ലീഷ് വളമല്ല, കാളിന്റെ വളം മാത്രം. കാലികളെ വളം ഇപ്പൊ കാലായി കാലി വളം ഇടാത്ത കാലില്ലാലോ. ഇത് കൊയ്ത്തുമ്പോഴെല്ലാരും ഇങ്ങനെ തന്നെയല്ലേ? സ്വന്തമല്ലേ ചെയ്യല് അല്ലേ? എല്ലാരും കൊയ്ത്തുമ്പോഴുണ്ടാവും. ഇത് ഒറ്റ ദിവസം ഇത് ഉള്ളും പരിപ്പും ഒറ്റ ദിവസം കൊണ്ട് മൊത്തം വാരിയിട്ട് അവിടെ കൂട്ടി ഇത് ഒക്കുന്ന എല്ലാവരും വിളിച്ച് അമ്മമാരെല്ലാം വന്ന് കാട്ടൊന്ന് കയറ്റി എല്ലാം പുല്ലും നെല്ലും വേറെയാക്കി. അതുകൊണ്ടാണ് ഇവിടുത്തെ ആചാരങ്ങളും ചടങ്ങുകൾ നടത്തുന്നത് നെല്ല് എടുത്തിട്ട് അല്ലേ? പുറത്തുനിന്ന് സാധനങ്ങളൊന്നും അധികം മേടിക്കില്ല. പുറത്തുനിന്ന് അരി വാങ്ങലില്ല. ഇല്ല. പച്ചക്കറിയായാലും അത്യാവശ്യം പോരാത്ത മാത്രം കടയിൽ നിന്ന് വാങ്ങും. ബാക്കിയെല്ലാം അങ്ങനെ. പിന്നെ പുതിയ നിയമങ്ങൾ വന്നുകൊണ്ട് കുറെ ആചാരങ്ങളൊക്കെ മാറ്റേണ്ടി വന്നല്ലേ? നമുക്ക് കുറെ മാറ്റേണ്ടി വന്നു. എന്നാലും നമ്മൾ പാരമ്പര്യമായിട്ട് കുറെ ഒന്നും മാറ്റിയിട്ടില്ല. കൊണ്ടുനടക്കുന്നുണ്ട് അല്ലേ? അത് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ മാറും. വീട്ടിൽ വരുമ്പോ ഉണ്ടാവും. വെളിയിലോട്ട് വരുമ്പോ അത് മാറും. വീട്ടിൽ വന്നാൽ ചടങ്ങെടുക്കും. ഇവിടെ ഇപ്പൊ ഒരുപാട് ആചാരങ്ങളൊക്കെ ഇല്ലേ? എല്ലാം അല്ലേ? ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും, നടക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാണ്ട്. അങ്ങനെ ഇതുപോലെ നടത്തിയില്ലെങ്കിൽ ഇവിടെ പ്രശ്നമായിരിക്കും അല്ലേ? പ്രശ്നമായിരിക്കും അല്ലേ? എല്ലാവർക്കും കൊല്ലത് നടത്തിയില്ലെങ്കിലേ പിന്നെ ഇവിടെ ആർക്കും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പോക്കെല്ലാം ഉണ്ടാവും. ഒത്തൊരുമയാണ് ഇവിടെ. എപ്പോഴും നമ്മളെ ഒത്തൊരുമ വേണം. അതിൽ കൂടി എന്ത് വിജയിക്കും. അത് ഒത്തൊരുമയ്ക്ക് എന്താ പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ കൂടി എല്ലാ പ്രശ്നമുള്ള വിളിച്ച് ചോദ്യം ചെയ്ത് പ്രശ്നം തീർക്കും. എന്നിട്ട് മുമ്പോട്ട് പോകും അല്ലേ? അങ്ങനെയുള്ള പരിപാടിയാണ്. എന്തായാലും പോലീസ് കേസ് കൊടുക്കൽ നാളെ എവിടെയെങ്കിലും ദുർബല ഇല്ല അല്ലേ? നിങ്ങൾ തന്നെ എല്ലാം ഒത്തുതീർപ്പാക്കല്ലേ? കാരണവന്മാരൊന്നും വിളിച്ച് ചോദ്യം ചെയ്ത് കാരണവന്മാര് അല്ലേ? എന്താ അവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കൈകാര്യം ചെയ്ത് ഓല് പറയുന്നത് എന്താ കാര്യമുണ്ടോ കാര്യക്കേടുണ്ടോ ഞങ്ങളെല്ലാവരും കൂടി ചർച്ച ചെയ്ത് എല്ലാവരുണ്ടോ. പണിയറുണ്ട്, തുറമറുണ്ട്. തുറമറും ഞങ്ങളെ പോലെ തന്നെ കുറെ മറ്റൊരു ഭാഗത്തുണ്ട്. മറ്റൊരു ഇങ്ങോട്ട് വരില്ലല്ലോ നിങ്ങളുടെ അടുത്തേക്ക്? നിങ്ങളായിട്ട് മാത്രം ബന്ധപ്പെട്ടെടുക്കുന്നല്ലേ? ഒരു ഉത്സവത്തിന് ഇവിടെ വരും. വീട്ടിലേക്കൊന്നും വരില്ല? വീട്ടിലേക്ക് അങ്ങനെ അവർക്ക് പ്രവേശനമില്ല, വരാൻ പറ്റില്ല. ഓർക്ക് വേറെ സ്ഥാനം കൊടുക്കും. അവിടെ വേറെ സ്ഥാനം കൊടുക്കും. അവര് ഞങ്ങളുടെ വയലില് പന്തല് ഓർക്ക് ഓലെ ദൈവത്തിന് വെക്കുന്ന കല്ല് ഓർക്കുള്ള ചെലവ് എല്ലാം കൊടുക്കും. നെല്ല് അരി എല്ലാം ഞങ്ങൾ കൊടുത്ത്
ഓല പരിപാടിയുണ്ട്. ആ. ഓല കളിയും ഓല വിറകും വിറകെല്ലാം ഒരു കൊണ്ടുപോകും. ഓരോരുത്തർക്ക് ഒരു അവകാശം. ആ. അതിപ്പോൾ ഏറ്റവും വലിയ തറവാടാണ് കക്കോട്ട തറവാട്. കുറിച്ചരെ ഇത് ഏറ്റവും വലിയ തറവാടാണ്. അപ്പോൾ ഒന്ന് ഒരു കൈനാട്ടിയാണ്. അപ്പോൾ എല്ലാവരും കൂടി എല്ലാം പിന്നെ വണ്ടി പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്, എല്ലാ മേഖലയിലും പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു ദിവസം വേണ്ടിയിട്ട് തറവാടിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാവരും കൂട്ടായ്മയോടെ ഇവിടുന്ന് ഒരു സാധനം പുറത്ത് അങ്ങനെ പോകില്ല, എല്ലാം കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. എല്ലാ ആവശ്യങ്ങളും ഇവിടെ എന്താവശ്യം നടന്നാലും പുറത്തുനിന്ന് അങ്ങനെ ഉപ്പും മുളകും മറ്റേ മുളക് പൊടി ഇതെല്ലാം വാങ്ങാൻ നല്ലത്. അരിയായിട്ടും പച്ചക്കറിയായിട്ടും ആരും വാങ്ങില്ല. എല്ലാം കൃഷി ചെയ്തിട്ട് എല്ലാവരും ഒരു കൂട്ടായ്മയിലൂടെ യോജിപ്പോട് കൂടിയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തി വരാറുള്ളത്. ഡ്രൈവറല്ലേ? ആ, ഡ്രൈവറാണ്. എൻ്റെ ഇന്നത്തെ ഒരു ദിവസം തറവാടിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചാണ്. ഇത് കഴിഞ്ഞ് പണി ചെയ്യുന്നതാണ് സജീവം മറ്റും. അടുത്ത ഉത്സവം വരുമ്പോൾ ഇതിനനുസരിച്ച് തറവാട്ടിൽ എന്ത് ആവശ്യം ഉണ്ടാവും അതിനെല്ലാം നമ്മൾ ഒരു ദിവസം ഇത് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ തറവാടിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മളെല്ലാവരും കുടുംബക്കാരെല്ലാവരും കൂടി സഹകരിച്ച് ചെയ്യുന്ന പരിപാടിയാണ് ഇത്. നാട്ടി വെളനാട്ടി അത് മരിപ്പും കാര്യങ്ങളെല്ലാം വേറെ നമ്മളത് വന്ന്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി സഹകരിച്ച് മക്കളും മരിക്കളും എല്ലാവരും എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്ന് പൊതുവേദിയിൽ പണിയെടുക്കുന്നു. സന്തോഷമുണ്ട്. കൂട്ടായ്മയും കുടുംബക്കാരും എല്ലാവരും കൂടി എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടിയാണ് കാര്യങ്ങൾ എല്ലാവരും പൊതുവേദിയിൽ എല്ലാവരും പണി കൂട്ടായ്മ. നാട്ടിപ്പണിക്ക് എല്ലാ വർഷവും ഇങ്ങനെ തന്നെ എല്ലാവരും ഉണ്ടാവില്ലേ? എല്ലാ വർഷവും ഇങ്ങനെ തന്നെ ഞങ്ങള് വന്നിട്ട് ഞാറ് പൊരിക്കും, വളനാട്ടി വെക്കും. പിന്നെ അവസാനം എന്തെങ്കിലും പണിയുണ്ടോ ഞങ്ങൾ പണിക്ക് പോകും. പണിയില്ലാത്തപ്പോ പിന്നെ തൊഴിലുറപ്പില്ലാത്തപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് വരും ഞാറ് പൊരിക്കാൻ. അങ്ങനെ പഴയ പരിപാടി നമുക്ക് അത് ഒഴിച്ചൂടാ ഇത് ഒഴിച്ചൂടാ. ഇത് നിങ്ങൾ ചെറുപ്പം തൊട്ട് ചെയ്തു വരുന്ന പണിയല്ലേ? പിന്നെന്താ, ഇത് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി. അതുകൊണ്ട് ഈ പണി ഇപ്പോഴും നമ്മളിങ്ങനെ മഴ പെയ്യുന്നുണ്ട്. നിങ്ങളെ കവറെടുത്തു അപ്പം പോയിട്ടില്ല. നമ്മൾ ഇവിടെ തന്നെ തടിക്കും. അന്ന് ഇവിടെ തന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിച്ച് തെട്ടയിലാണ് കഴിച്ച് ഇവിടെ തന്നെ നമ്മളെ തെട്ടയിലാണെന്ന് പറയുന്നത് വയസ്സാക്കിയിട്ടാണ്. ഇന്നാള് പിന്നെ കൊത്തുമിത്ത് കഴിച്ചില്ലേ? മനസ്സിലായി. ഇതൊന്ന് വീഡിയോയിൽ പറഞ്ഞാൽ ഓൾക്ക് കൂടി മനസ്സിലാവുന്നതാ. തെട്ടയിലാന്ന് വെച്ചാൽ ഈ പെൺകുട്ടി ഋതുമതി ആവുന്നതല്ലേ, ഒരു പ്രായമാവുന്ന പെൺകുട്ടികള് പിന്നെ വയസ്സാക്കി കല്യാണം കഴിക്കുന്നതെന്ന് തെട്ടയ്ക്കാണ്. അത് 13 വയസ്സില് വയസ്സാക്കിയാല് കല്യാണം കഴിക്കും. കല്യാണം എന്ന് പറയല്ലേ? അത് ഭയങ്കര ചടങ്ങായിട്ടായിരിക്കും അല്ലേ? അതൊരു പിന്നെ കൊത്തുമിത്തുന്നു അവിടുന്ന് കഴിച്ചത്. അയച്ചടങ്ങിയാ ഞാൻ പറ്റണേ. മനസ്സിലായി. ഇത് വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവില്ല. മനസ്സിലാവൂല. അതാ പറഞ്ഞു ചോദിച്ചു. നമ്മള് 10-13 വയസ്സില് വയസ്സറിഞ്ഞാല് ചിലവർക്ക് അതല്ലേ പെൺകുട്ടിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് അല്ലേ? അതാ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. അതിന് കെട്ടിക്കുന്നൊന്നും അത്ര ഇതില്ല. എന്നാലും കെട്ടിക്കുന്നതായാലും നമ്മള് പിന്നെ ദൈവകർമ്മൊന്നും ഇതില്ല. വയസ്സറിഞ്ഞില്ല പിന്നെ കെട്ടിക്കുന്നില്ലേ, അത്ര കർമ്മങ്ങളൊന്നുമില്ല. ഇത് ഭയങ്കര ചടങ്ങായിരിക്കും കല്യാണം വന്നാൽ. ഭയങ്കര ചടങ്ങില്ല. കവറിട്ടോളി. ഇവിടെ ഇന്ന് തറവാട്ടിൽ വെളനാട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ സ്വന്തം ഉണ്ടാക്കിയ കൃഷിയെടുത്ത് അരി തന്നെയാണെന്ന് ചോറ് വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുന്നത്. കുടുംബങ്ങളെല്ലാം വന്നുകൂടി എത്തിച്ചേർന്ന ദിവസമാണ് ഇന്ന് വെളനാട്ടി. ഉപ്പേരി സാമ്പാർ, മീൻ, ഉപ്പേരി, ഈ കറികളെല്ലാം ഒരു രാവിലെ 10 മണിക്ക് മീൻ കറിയും പിന്നെ കപ്പപ്പുഴുക്ക്, ഉച്ചയ്ക്ക് ചോറ്, സാമ്പാർ, ഇറച്ചി, മീൻ എല്ലാവരും ഞങ്ങൾ സ്വന്തം നയിച്ചുണ്ടാക്കി നെല്ലെന്നാണ് ഇപ്പോൾ ഇന്ന് ഭക്ഷണം കൊടുക്കുന്നത് എല്ലാവർക്കും.